വയ്യാത്ത കാലം വെച്ചിട്ട് വെറുതെ അതിന്റെ ഇടയിലൊന്നും പോകാൻ നിൽക്കണ്ടോ. ഇവന്മാർക്കാണെങ്കിൽ ഒരു ബുദ്ധിയില്ല. വിജയേട്ടാ ഒരു നല്ല കാര്യത്തിൽ പറയുന്നു. ക്യാപ്റ്റന്റെ കയ്യിൽ തല്ലു വാങ്ങാൻ പോകണോ? നല്ല കാര്യം. ഇന്ന് വൈകിട്ട് പാർട്ടി മീറ്റിംഗ് ഉള്ളാട്ടോ. ഞാൻ എത്തിക്കോളാം. ആദ്യം ഞാൻ ഈ പ്രാദേശിക പ്രശ്നം തീർത്തോട്ടെ. നിങ്ങളെല്ലാവരും കൈയടിച്ചോണ്ട് നിന്നോ. രണ്ടെണ്ണം തല്ലിച്ചാവുമ്പോ വിജയേട്ട ഒന്നും കണ്ടില്ലേ? എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പിടിച്ചു മാറ്റില്ല, തീരുമാനത്തിലെത്തട്ടെ. ഇതാണ് ഈ നാടിന്റെ പ്രശ്നം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കുസ്തിയാ. അല്ലോ ചേട്ടാ, ഞാൻ ഒരു 100 പ്രാവശ്യം ഈ ബാലറ്റിനോട് പറയണേ, പിരിവിട്ട് വാങ്ങിച്ച ബോളിൽ തുപ്പലേക്കരുത്. അപ്പൊ നീ ബോൾ ഇവിടെ ഇട്ട് വരയ്ക്കുന്നു. ഇവിടെ ഇട്ട് കൊടുത്താൽ എനിക്ക് സ്വിംഗ് കിട്ടുള്ളൂ. എനിക്ക് തുപ്പലിട്ടാൽ എനിക്ക് ഗ്രിപ്പ് കിട്ടൂ. നിനക്ക് സ്വിംഗ് വേണമെങ്കിൽ എനിക്ക് ഗ്രിപ്പും. എല്ലാവരും കൂടി പിരിവിട്ട് വാങ്ങിയ ബോൾ ആയതുകൊണ്ടാ ഓരോ ദിവസവും ഓരോരുത്തർ വീട്ടിൽ വെക്കാന്ന് പറഞ്ഞത്. ഇതുപോലെ തല്ലു പിടിക്കാനാണെങ്കിൽ ബോളിനോട്ട് ക്ലബ് വെച്ചാൽ അല്ലേ ഒരു ബോളും കൂടി വാങ്ങിക്കോളി. നിന്റെ അച്ഛൻ തരൂ കാശ്. അല്ലോ ചേട്ടാ, പോയ കാര്യം എന്തായി? എന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി സ്നേഹ ജുവലേഴ്സ് നമുക്ക് ജേഴ്സി സ്പോൺസർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കളിയെങ്കിലും ജയിക്കാം. അത് നടക്കുന്നല്ല, ജയിക്കൂല. അല്ല, ഇന്നത്തെ കളി പാര കൂടിയാ അത് 11 bullets കൈനഗിരി. അപ്പൊ എന്തായാലും ജേഴ്സി പിരിവിട്ട് മേടിക്കേണ്ടി വരും. 60 രൂപയുടെ ബോൾ പിരിവിട്ട് വാങ്ങിയിട്ട് ഇടി വരെ തീർന്നില്ല. അപ്പോൾ അവരെ ജേഴ്സി അപ്പൊ പിന്നെ ജേഴ്സി ഇടാതെ കളിക്കിറക്കേണ്ടി വരും. അല്ല, ജേഴ്സി വാടക എടുക്കാനായി ഞാൻ കൊല്ലം വെച്ചാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജേഴ്സി അല്ല, ജയമാണ് കൂടുതൽ. അതാണ് നടക്കാത്ത കാര്യം. ഈ 11 bullets കൈനഗിരി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറ ടീമൊന്നുമല്ല. കേരള പോലീസിനെയും മാമ്പാട് മാച്ചോസിനെയും പുട്ടുപോലടിച്ച ടീമാണ്. ഫിറോസ് ആണ് ക്യാപ്റ്റൻ. അറിയാലോ, കീട്ടിലനാണ്. ഗ്രൗണ്ട് തീരെ പറ്റില്ലല്ലോ, കുറച്ചും കൂടി ഡ്രൈ ആവണ്ടേ? അതിവിടെ ഒരു പട്ടി മൂത്ര വെച്ചിട്ടുണ്ട്. എവിടെ ചിയർ ഗേൾസ്? ആ ചെറു പോരാൻ പോണ സ്ത്രീകളാണ് നിങ്ങളുടെ ചിയർ ഗേൾസ്. അതൊക്കെ പോട്ടെ, ആരാണ് ഈ ക്യാപ്റ്റൻ? ഞാനാ വിജയൻ. ഈ ലുക്കട ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നല്ല ചോദിച്ചത്. ഈ മനത്തുവയിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവരെ അടിച്ചോടിക്കുന്ന ഒരു ഫയൽമാൻ, ഗുസ്തിക്കാരൻ ക്യാപ്റ്റൻ ഇല്ലേ, അയാൾ ആരാണെന്ന്? അത് പിന്നെ അവന്റെ അച്ഛനാ. നിന്റെ അച്ഛൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നല്ലോ നാട്ടുകാർ പറയണത്, ശരിയാണോ? ശരിയാ. റിസ്ക് എടുക്കാൻ ഫിറോസിന് താല്പര്യമില്ല. മാംസത്തിൽ മണ്ണ് പറ്റണത് എനിക്കിഷ്ടമല്ല.